എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പപ്പായ കൊണ്ട് എല്ലാവരും തോരൻ ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനു വേണ്ടി ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ ചെത്തി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. മുറിച്ചിട്ടല്ല കേട്ടോ എടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പപ്പായ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ തോരൻ ഉണ്ടാക്കാൻ. അത് സാധാരണ നമ്മൾ മുറിച്ച് വെക്കുന്നതിൽ നല്ല ടേസ്റ്റിയാണ് ഈ തോരൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇതിനങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറുതായി കളറ് മാറുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 3 പച്ചമുളകും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പപ്പായ ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. അതിലേക്ക് ഉപ്പ് കൂടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇത് 1 മിനിറ്റ് സമയം നമ്മൾ നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെക്കണം. കൂടുതൽ വെള്ളം ചേർക്കരുത്. ഞാനിതാ ഇവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. ഇനി നമുക്ക് മൂടി വെച്ച് 1 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. ഇത് അധിക സമയം നമ്മൾ വേവിക്കാൻ പാടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് മാത്രമേ നമ്മൾ മൂടി വെച്ചിട്ടുള്ളൂ. കൂടുതൽ സമയമാകുമ്പോൾ വെന്ത് ഉടഞ്ഞു പോകും. അതുപോലെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ കണ്ടത് നല്ല തോരൻ ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റായി നമ്മൾ ഇതുപോലെ വിട്ട് കിട്ടണം. അങ്ങനെയാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.